എല്ലാവരും റാഗി സ്മൂത്തി ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ടോ. 2 സ്പൂൺ റാഗി വേവിച്ചെടുത്താണിത്. ഇതിലേക്ക് ഞാൻ ഒരു റോബസ്റ്റ പഴം അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പനങ്കൽക്കണ്ടം ഉരുക്കിയത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തു. നമ്മൾ മിക്സിയിൽ അടിച്ച് സ്മൂത്തി ആക്കി കേട്ടോ. വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നാടൻ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകാൻ വെച്ചിരിക്കുകയാണ്. അതിൽ കുറച്ച് മണ്ണും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ചീത്തയായിട്ടുള്ള കുറച്ച് ഇലകളൊക്കെ ഉണ്ടായി. അതൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളം കളയാനായിട്ട് മാറ്റി വെച്ചു. അത് അരിഞ്ഞെടുക്കുമ്പോഴേക്കും നമുക്കിവിടെ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും, എരിവിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റി അത് വഴണ്ട് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചു. അതിലെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലഞ്ചിന് ഇന്ന് ചീരത്തോരനും നല്ല നാടൻ മീൻകറിയായിരുന്നു കേട്ടോ. അപ്പോൾ ശരി.